പണി ചെറുതായി ഒന്ന് പാളി ഗൈസ്. അതായത് 1 കോടിയിലധികം രൂപയാണ് മോഡിഫിക്കേഷൻ ഫൈൻ എന്ന ഇനത്തിൽ മാത്രം സർക്കാരിന് ലഭിച്ചത്. ഇത് വിവരാവകാശ നിയമപ്രകാരം മോട്ടോർ വാഹന വകുപ്പ് നൽകിയ മറുപടിയാണ് കേട്ടോ. കൃത്യമാണ്, വ്യക്തമാണ്. കഴിഞ്ഞ മാസം മെയ്യില് 87 ലക്ഷം രൂപയാണ് 1528 പേരിൽ നിന്ന് സർക്കാർ ഈടാക്കിയത്. ഇനി രണ്ടാമത് ജൂണില് ഈ ദിവസം വരെ 12 ലക്ഷം രൂപയാണ് 450 പേരിൽ നിന്ന് ഈടാക്കിയത്. ഇതിൽ ഒരു കാര്യം ഓർക്കണം, മോഡിഫിക്കേഷൻ അനധികൃതം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഈ ഫൈൻ ലഭിച്ചത് കേട്ടോ. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് സർക്കാർ ഓൾറെഡി പൊല്ലാപ്പിലാണ്. കാരണം മാനിഫെസ്റ്റോയിൽ ഓൾറെഡി പറയുകയും ചെയ്തു, എന്നാൽ അത് ചെയ്യാനും പറ്റില്ല. ഇത് പറയുമ്പോൾ തന്നെ അറിയാം കേന്ദ്ര നിയമം ഉണ്ടെന്നും കേന്ദ്ര നിയമത്തിൽ അനുസരിച്ച് മാത്രമേ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എന്നാലും പൊടിക്കൈ എന്നോണം MBDയുടെ അടുത്ത് ടോളറൻസ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ പറയുകയും അങ്ങനെ അത് പ്രകാരം 18 മോഡിഫിക്കേഷൻ ആണ് അല്ലെ. സീറ്റ് കവർ, സ്റ്റിയറിംഗ് വീല്, ബോഡി സ്റ്റിക്കർ, ലൈറ്റ്, സ്പീക്കർ, അടിപൊളിയല്ലേ. അപ്പൊ എന്തായാലും ഈ പറഞ്ഞ പൂമ്പാറ്റ എങ്ങനെയാണോ പൂവിൽ നിന്ന് തേന്നുകരുന്നത് അതുപോലെയാകണം നമ്മൾ ടാക്സ് വാങ്ങണമെന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ അതുപോലെ ആവണം നമ്മുടെ ഖജനാവ് നിറക്കണം എന്നാണ് പറയുന്നത്. ദയവ് ചെയ്ത് ആ ഒരു ട്രാപ്പിലേക്ക് വീഴാതിരിക്കുക. ഇനിയിപ്പോ ഇതിൽ ആകെ ഒരു വഴിയുള്ളൂ ഗൈസ്. അതായത് പ്രസിഡന്റിന്റെ സാങ്ഷനോ അപ്രൂവലിനോ വേണ്ടി ഒരു പ്രത്യേക ഭേദഗതി ബില്ലൊക്കെ തയ്യാറാക്കി സർക്കാർ അങ്ങോട്ട് അയക്കാം. നിലവിലെ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ഒരു ഇരിപ്പുവശം വെച്ച് ചിലപ്പോ ആ സാങ്ഷനോ അപ്രൂവലോ മെജോറിറ്റി ഒക്കെ കിട്ടിയാലോ പറയാനും പറ്റില്ല. പക്ഷെ ദയവ് ചെയ്ത് നിയമപ്രകാരമുള്ള മാത്രമുള്ള മോഡിഫിക്കേഷൻസും മറ്റും ചെയ്ത് നിങ്ങൾ റോഡിൽ ഇറങ്ങുക, നിയമം പാലിക്കുക. അല്ലാതെ ഈ വക ട്രാപ്പിലോ മറ്റുള്ള കാര്യത്തിലോ ചെന്ന് വീഴാതിരിക്കുക.